ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2000 വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് തിരുവട്ടൂർ എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവും മഹാദേവനും ഒരുമിച്ചുള്ള വിരലിൽ എണ്ണാവുന്ന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണിത്. പണ്ട് കാലങ്ങളിൽ ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ തകർക്കപ്പെട്ടൊരു ക്ഷേത്രമാണെന്ന് അറിയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ ആ ഒരു പ്രതിഷ്ഠയുള്ളത് ഇപ്പം പുനഃപ്രതിഷ്ഠയായിട്ട് ഇപ്പം നാട്ടുകാരൊക്കെ ചേർന്നിട്ട് പുതിയതായി നിർമ്മിച്ചതാണിത്. ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്യാമറ കൊണ്ടുപോകാൻ അവർ സമ്മതിക്കാത്തതുകൊണ്ട് ഈ പുറം ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. കേരളത്തിൽ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഒന്നുകിൽ മഹാദേവൻ്റെത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ആയിരിക്കും. അങ്ങനെ മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ചുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രം കൂടിയാണിത്. ടിപ്പുവിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ യുദ്ധങ്ങളിലൊക്കെ ഒരു ഭാഗം തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്, നാട്ടുകാരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കഥകൾ ഇതിൻ്റെ പുറകിലുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൂടാതെ വായിക്കാൻ, അതായത് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റാത്ത ഒരു തരം ലിപിയിലുള്ള ഒരു എഴുത്തും കൂടെ ഈ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൻ്റെ, അതായത് ആ ഒരു കോവിലിൻ്റെ അകത്ത് പുറം ഭാഗത്ത് അതിൻ്റെ ചുമരിന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്യാമറ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ സാധിച്ചില്ല. എന്നാലും ദേവസ്വം ബോർഡാണോ ഇപ്പം ഇത് കൊണ്ട് നടക്കണ എന്നുള്ളതിൽ ചെറിയൊരു തർക്കങ്ങളിലൂടെ പോവുകയാണ്. ഇപ്പം നാട്ടുകാരാണ് ഇപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നിലോട്ട് പോകുന്നത്. ഏപ്രിൽ മാസം 6-ാം തീയതി ഇവിടുത്തെ പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുവാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുന്നിലോട്ട് നടന്നു പോകുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളുള്ള ഒരു അമ്പലമാണ്. തിരുവട്ടൂരുള്ള എല്ലാ വീട്ടുകാരും പോയി പ്രാർത്ഥിക്കുന്ന, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ഒരു മഹാദേവനും മഹാവിഷ്ണുവാണ് എന്നാണ് നാട്ടുകാരാൽ പറയപ്പെടുന്നത്. എന്ത് പറഞ്ഞാലും നാട്ടിലേക്ക് എത്തിയാൽ ഒന്ന് പോയി തൊഴണം എന്നുള്ള ഒരാഗ്രഹങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുനഃപ്രതിഷ്ഠയുടെ കാര്യത്തിലും ഇപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് പിരിവിട്ടിട്ടൊക്കെയാണ് ഇപ്പം പുനഃപ്രതിഷ്ഠ നടത്താൻ പോകുന്നത്. മഹാവിഷ്ണുവിൻ്റെ സ്വർണ്ണപ്രശ്നം വെച്ചതിൽ മഹാവിഷ്ണുവിൻ്റെ പൊളിച്ച് പണിയണം എന്നുള്ള ഒരു ഇത് കണ്ടതുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ഇപ്പോൾ പൊളിച്ച് പണിഞ്ഞേക്കുവാണ് പുതിയ അമ്പലമായിട്ട്. ഇപ്പം മഹാദേവൻ്റെതും അതുപോലെ ചെയ്യണം എന്ന് സ്വർണ്ണപ്രശ്നത്തിൽ കണ്ടതുകൊണ്ട് അടുത്ത കാലത്തായിട്ട് അതും ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് എന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള വസ്തുതകൾ. ഇതിന് കുറേ ഐതിഹ്യങ്ങൾ പറയാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നിരുന്നാലും വെളിപ്പുറത്തെത്തുന്ന മഹാദേവനും മഹാവിഷ്ണു നമുക്ക് എപ്പോഴും നമ്മുടെ എല്ലാ ഒരു സങ്കടങ്ങൾ തീർക്കാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടുന്ന ഒരു അമ്പലമാണ് എന്നാണ് നാട്ടുകാരാൽ അറിയപ്പെട്ടിട്ടുള്ള കാര്യം. ഇപ്പോഴും ടിപ്പുവിനാൽ തകർക്കപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് ഭാഗം ഇപ്പോഴും നമുക്ക് ഈ അമ്പലത്തിൽ പോയാൽ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് വശത്താണ് ഞാൻ പറഞ്ഞത്, കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിൻ്റെ പുതുക്കി പണിഞ്ഞതാണ് ഇപ്പോൾ ഈ കണ്ടത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാരൊരുമിച്ച് ചേർന്നിട്ട് സഹകരിച്ചിട്ടാണ് ഇപ്പം മുന്നിലോട്ട് ഈ അമ്പലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് സുപരിചിതമായിരിക്കും എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും കുട്ടികളുണ്ടാവാൻ ഒക്കെ ബുദ്ധിമുട്ടുള്ള ദമ്പതികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം ഉണ്ടാവും എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾ വന്നാൽ, അസുഖങ്ങൾ വന്നാൽ ഇവിടുത്തെ മഹാവിഷ്ണുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ
നമുക്ക് രോഗശാന്തി കിട്ടും. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രാർത്ഥന അവിടെ വന്ന് കഴിപ്പിച്ച് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് രോഗശാന്തി കിട്ടും എന്നൊക്കെയാണ് ഇവിടെയുള്ള നമ്പൂതിരിയാൽ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സന്താന സൗഭാഗ്യം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.